ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫിഗർ 1.17 നോക്കുക. ഇവിടെ 1 മീറ്റർ നീളമുള്ള 2 PVC പൈപ്പുകൾ കാണിച്ചിട്ടുണ്ട്, എയും ബിയും. പൈപ്പ് എ അല്പം ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. എൻഡിലായിട്ട് ഒരു അലാം ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. പൈപ്പ് ബി പല ആംഗിളിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആകുമ്പോൾ ഈ അലാം ക്ലോക്കിന്റെ ടിക്കിംഗ് സൗണ്ട് പൈപ്പ് ബി വഴി കേൾക്കാനായിട്ട് സാധിക്കും. പൈപ്പ് എയിലൂടെ കടന്നു പോകുന്ന അലാം ക്ലോക്കിന്റെ ടിക്കിംഗ് സൗണ്ട് ഈ ഗ്ലാസ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം റിഫ്ലക്ട് ചെയ്ത് പൈപ്പ് ബിയിലൂടെ കടന്നു വരുന്നു. The sound is heard through the pipe B because sound waves reflect after striking the glass plate. ഈ ഗ്ലാസ് പ്ലേറ്റിന് പകരം ഒരു റഫ് സർഫസ് ഉപയോഗിച്ച് ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ റിഫ്ലക്ട് ചെയ്തു വരുന്ന സൗണ്ടിന്റെ ലൗഡ്നെസ് കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടും. കാരണം സ്മൂത്ത് സർഫസ് സൗണ്ടിനെ കൂടുതൽ ഇഫക്റ്റീവായിട്ട് റിഫ്ലക്ട് ചെയ്യിക്കും. സോ സ്മൂത്ത് സർഫസസ് റിഫ്ലക്ട് സൗണ്ട് മോർ ഇഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസസ്. സൗണ്ടിന്റെ റിഫ്ലക്ഷൻ ഉപയോഗപ്പെടുത്തുന്ന 2 സിറ്റുവേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തേത് സൗണ്ട് ബോർഡ്. ഫിഗർ 1.18a നോക്കുക. ഈ സൗണ്ട് ബോർഡ് കേർവ്ഡ് ആണ്, അല്ലെങ്കിൽ വളഞ്ഞാണ് ഇരിക്കുന്നത്. സ്പീക്കറാണ് സോഴ്സ്. സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ട് ബോർഡിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം റിഫ്ലക്ട് ചെയ്ത് ഓഡിയൻസിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നു. സോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തേത് കേർവ്ഡ് സീലിംഗ്സ് ഇൻ ഹോൾസ്. ഹോളുകളിലെ സീലിംഗ്സ് വളച്ച് നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെയും സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് ഈ കേർവ്ഡ് സീലിംഗിൽ സ്ട്രൈക്ക് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് ഹോളിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നു. സോ സൗണ്ട് ബോർഡ്സ് ആൻഡ് കേർവ്ഡ് സീലിംഗ്സ് ഇൻ ഹോൾസ് ഹെൽപ്പ് ടു റിഫ്ലക്ട് സൗണ്ട് ഫ്രം എ സോഴ്സ് ആൻഡ് സ്പ്രെഡ് ഇറ്റ് ടു ഓൾ പാർട്സ് ഓഫ് ദ ഹോൾ. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ഒരു ക്ലോസ്ഡ് ഹോളിൽ സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് ലിസണറിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് ഫിഗർ 1.19 കാണിച്ചിരിക്കുന്ന നോക്കുക. സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് പലതവണ റിഫ്ലക്ട് ചെയ്ത് ലിസണറിൽ എത്തുന്നു. സോ റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നു. അതിനാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു ക്ലോസ്ഡ് ഹോളില് സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് ലിസണറിന്റെ അടുത്ത് എത്തുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് കാരണമാണ്. റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റഡ് അഗെയിൻ. ദിസ് ഈസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഫിഗർ 1.19 നോക്കുക. ഇവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളും ലിസണറും ഒരാൾ തന്നെയാണ്. സൗണ്ടിന് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടന്നു കഴിയുമ്പോൾ ഈ ലിസണറിലേക്ക് പല റിഫ്ലക്റ്റഡ് സൗണ്ട്സ് ആണ് എത്തുന്നത്. ഇതൊരു റിഫ്ലക്റ്റഡ് സൗണ്ട് ആണ്, ഇതും ഒരു റിഫ്ലക്റ്റഡ് സൗണ്ട് ആണ്. ഈ റിഫ്ലക്റ്റഡ് സൗണ്ട്സ് എല്ലാം ഈ ലിസണർ ഒരുമിച്ച് കേൾക്കുകയാണ്. ഓരോ റിഫ്ലക്റ്റഡ് സൗണ്ടും വേറെ വേറെ ആയിട്ട് കേൾക്കാൻ സാധിക്കുമോ? അതാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. Are these instances when reflected sounds are heard distinctly? എക്കോ. ഒരു എക്കോ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു ലൗഡ് സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം അതേ സൗണ്ട് തിരിച്ചു കേൾക്കാറുണ്ട്. നമ്മൾ ഹലോ എന്ന് വെച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഹലോ എന്ന് കേൾക്കും. അതാണ് എക്കോ. അടഞ്ഞു കിടക്കുന്ന എംപ്റ്റി ആയിട്ടുള്ള ഒരു ലാർജ് ഹോളിൽ നിന്നുകൊണ്ട് നമ്മൾ ഉറക്കെ സംസാരിച്ചാൽ ഈ എക്കോ കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ഉയർന്ന മലയുടെ
അകലെ നിന്നുകൊണ്ട് ഉറക്കെ സംസാരിക്കുകയോ ശക്തിയായി ക്ലാപ്പ് ചെയ്യുകയോ ചെയ്താൽ അല്പസമയത്തിന് ശേഷം ആ സൗണ്ട് വീണ്ടും കേൾക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ എല്ലാം കാരണം എക്കോ എന്ന ഫിനോമിനനാണ്. സോ ഇനീഷ്യൽ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മൂലം അല്പസമയത്തിന് ശേഷം ആ സൗണ്ട് വീണ്ടും കേൾക്കുന്നതിനാണ് എക്കോ എന്ന് പറയുന്നത്. എക്കോ ഈസ് ദ സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഇനീഷ്യൽ സൗണ്ട്. എം ടി ആയിട്ടുള്ള ഒരു ലാർജ് ഹോളിൽ നിന്നുകൊണ്ട് ഉറക്കെ സംസാരിച്ചാൽ എക്കോ കേൾക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ഒരു സ്മോൾ റൂമിന്റെ അകത്ത് നിന്ന് ഉറക്കെ സംസാരിച്ചാൽ എക്കോ കേൾക്കുമോ? ലിസണറും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വേർതിരിച്ച് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓഡിറ്ററി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ശ്രവണ അനുഭവം 1/10 ഓഫ് എ സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കും. അതിന് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്നാണ് പറയുന്നത്. ഒരു സൗണ്ട് 1/10 ഓഫ് എ സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്ന നേരം മറ്റൊരു സൗണ്ട് നമ്മുടെ ചെവിയിൽ വന്ന് വീണാൽ ഈ രണ്ട് സൗണ്ടും നമ്മൾ ഒരുമിച്ച് കേൾക്കത്തുള്ളൂ. രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കത്തില്ല. The auditory experience produced by a sound persists for about 1/10 of a second. This characteristic is known as persistence of hearing. If another sound falls on the ear during this time, it is felt as if they are heard together. So, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഡിറ്ററി എക്സ്പീരിയൻസ് 1/10 സെക്കൻഡ് സമയം നിലനിൽക്കുന്നതുകൊണ്ട് ആ സമയത്തിന് ശേഷം റിഫ്ലക്റ്റഡ് സൗണ്ട് എത്തിയാൽ മാത്രമേ ഈ രണ്ട് സൗണ്ടുകളും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. സോ ഫസ്റ്റ് സൗണ്ടും പിന്നീട് വരുന്ന എക്കോയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കേൾക്കണമെങ്കിൽ അവ തമ്മിൽ മിനിമം 1/10 സെക്കൻഡ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. സോ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ ദ എക്കോ distinctly after hearing the first sound? Answer 1/10 second. ഈ സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ലിസണറിലേക്ക് എത്തുന്നു. സൗണ്ട് എന്തുമാത്രം ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സൗണ്ടിന്റെ സ്പീഡ് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം എന്ന് പറയുന്നത് 1/10 സെക്കൻഡ് ആണ്. സോ 350 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 1/10 സെക്കൻഡ് ഇസ് ഈക്വൽ ടു 35 മീറ്റർ. അതായത് ഒരാൾ ഒരു സൗണ്ട് ഉണ്ടാക്കിയാൽ ആ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് അയാളിൽ തന്നെ എത്തുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കേൾക്കണമെങ്കിൽ ആ സൗണ്ട് 35 മീറ്റർ ട്രാവൽ ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ ലിസണറും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വേണം? ഈ 35 മീറ്ററിന്റെ പകുതിയായിരിക്കും അല്ലേ? സോ 17.5 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. സോ ഒരാൾക്ക് ഒരു എക്കോ കേൾക്കാൻ സാധിക്കണമെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് 17.5 മീറ്റർ എങ്കിലും അകലെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഒരു സ്മോൾ റൂമിൽ എക്കോ കേൾക്കാനായിട്ട് സാധിക്കാത്തത്. ഫോർ ദ എക്കോ ടു ബി ഹേർഡ്, ദ റിഫ്ലക്റ്റിംഗ് സർഫസ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 17.5 meter away. That is half of 35 meter. If the distance to the reflecting surface is more than 17.5 meter, the same sound can be heard and distinguished again. So reflecting surface ഉമായിട്ടുള്ള അകലം 17.5 മീറ്ററിനെ കാട്ടിൽ കൂടുതലാണെങ്കിൽ ആ സൗണ്ട് വീണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇവിടെ രണ്ട് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ നോക്കാം.
The echo of firecracker or kadina is heard after 1 second by the person who burst it. ഒരാള് പടക്കം പൊട്ടിച്ചു, ആ പടക്കത്തിന്റെ എക്കോ 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ ആള് വീണ്ടും കേട്ടു. How far is the reflecting surface from the person hearing the echo? ആ എക്കോ കേട്ട ആ വ്യക്തിയിൽ നിന്ന് എത്ര അകലത്തിലാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൗണ്ട് കടന്നു പോകുന്നത് എയറിലൂടെയാണ്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 350 മീറ്റർ പെർ സെക്കൻഡ്. പടക്കം പൊട്ടിച്ച ആളുടെ അടുത്ത് നിന്ന് സൗണ്ട് റിഫ്ലക്റ്റിംഗ് സർഫസ് വരെ ട്രാവൽ ചെയ്ത് തിരിച്ച് ആ ആളുടെ അടുത്ത് വരെ എത്തുകയാണ്. സോ ആ പേഴ്സണും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള അകലം d ആണെങ്കിൽ the total distance traveled by the sound will be 2d. So let d be the distance to the reflecting surface, then the total distance traveled by the sound to the reflecting surface and back will be 2d. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് d ആണ്. സ്പീഡ് ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ എഴുതാം. So speed of sound is equal to total distance traveled divided by time. Speed of sound നെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ v ആണ്. Total distance traveled by the sound is 2d divided by t. So ഇവിടെ നിന്ന് d കാണാം. d മാത്രം ഒരു വശത്ത് കിടന്നാൽ മതി. d യോട് ചേർന്ന് കിടക്കുന്ന ബാക്കി വേരിയബിൾസ് എല്ലാം ഇപ്പുറത്തെ വശത്ത് കൊണ്ടുവരിക. ആ വേരിയബിൾസ് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ വശത്ത് വരുമ്പോൾ ന്യൂമറേറ്ററിലാകും. ന്യൂമറേറ്ററിലാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ വശത്ത് വരുമ്പോൾ ഡിനോമിനേറ്ററിലാകും. സോ d is equal to ഈ 2 ഇവിടെ ന്യൂമറേറ്ററിൽ കിടക്കുന്നത് കൊണ്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്ററിലാകും. t ഇവിടെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്, ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ന്യൂമറേറ്ററിലാകും. സോ d is equal to v into t divided by 2 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v is 350 into t is 1 second divided by 2. 350 into 1 by 2 എന്ന് കിട്ടും. That is 350 divided by 2. That is 175. നമ്മൾ കണ്ടുപിടിച്ചത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലിസണർ ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. യൂണിറ്റ് മീറ്ററിലാണ്. ദ റിഫ്ലക്റ്റിംഗ് സർഫസ് വിൽ ബി 175 മീറ്റർ എവേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ ദ എക്കോ ഇൻ വാട്ടർ? Consider the speed of sound in water as 1480 meter per second. ഇവിടുത്തെ റിഫ്ലക്റ്റിംഗ് സർഫസ് വാട്ടറിലാണ്. സോ വാട്ടറിലൂടെയുള്ള സൗണ്ടിന്റെ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട് 1480 മീറ്റർ പെർ സെക്കൻഡ്. സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ എത്ര മിനിമം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് എക്കോ കേൾക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ റിഫ്ലക്റ്റിംഗ് സർഫസ് വാട്ടറിലാണ്. സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് വാട്ടറിലെ റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടി തിരിച്ച് സോഴ്സിലേക്ക് എത്തുന്നു. സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് d എന്നെടുക്കുകയാണെങ്കിൽ സൗണ്ട് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2d ആയിരിക്കും. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ തന്നിട്ടുണ്ട്. v is equal to 1480 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ടേക്കൺ എത്രയാണെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ ദ എക്കോ എന്നതാണ്. എക്കോ കേൾക്കണമെങ്കിൽ ഒറിജിനൽ സൗണ്ടും റിഫ്ലക്റ്റഡ് സൗണ്ടും തമ്മിൽ മിനിമം 1/10 സെക്കൻഡ് ഡിഫറൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. സോ മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അവിടുത്തെ ടൈം എന്ന് പറയുന്നത് 1/10 സെക്കൻഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് d ആണ്. ലെറ്റ് d be the distance between the source and the reflecting surface. Total distance traveled by the sound is equal to 2d. Speed in the equation എഴുതാം. Speed of sound is equal to total distance traveled divided by time. സ്പീഡിന്റെ സിമ്പിൾ v ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2d ആണ്.
ടൈമിൻ്റേത് ടി ആണ്. സോ വി ഈസ് ഈക്വൽ ടു 2d ഡിവൈഡഡ് ബൈ ടി. Therefore, distance to the reflecting surface d is equal to d മാത്രം ഒരു സൈഡിൽ കിടന്നാൽ മതി. ഡിയുടെ കൂടെ കിടക്കുന്ന മറ്റ് വേരിയബിൾസ് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. ന്യൂമറേറ്ററിലാണ് ആ വേരിയബിൾ കിടക്കുന്നതെങ്കിൽ അപ്പുറത്തെ വശത്തോട്ട് പോകുമ്പോൾ അത് ഡിനോമിനേറ്ററിലാകും. ഡിനോമിനേറ്ററിലാണ് ആ വേരിയബിൾ കിടക്കുന്നതെങ്കിൽ അപ്പുറത്തെ വശത്തേക്ക് പോകുമ്പോൾ അത് ന്യൂമറേറ്ററിലാകും. ഇവിടെ ഡി മാത്രം ഒരു വശത്ത് കിടക്കുകയാണെങ്കിൽ 2 ന്യൂമറേറ്ററിലായതുകൊണ്ട് ഇപ്പുറത്തെ വശത്തോട്ട് പോകുമ്പോൾ അത് ഡിനോമിനേറ്ററിലാകും. ടി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അതിനെ ഇപ്പുറത്തെ വശത്തോട്ട് കൊണ്ടുവരുമ്പോൾ അത് ന്യൂമറേറ്ററിലാകും. സോ വി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 2 ആണ് ഡി എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വിയുടെ സ്ഥാനത്ത് 1480 കൊടുക്കുക. ടി എന്ന് പറയുന്നത് 0.1 ഡിവൈഡഡ് ബൈ 2. 1480 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 148 ആണ്. സോ 148 ഡിവൈഡഡ് ബൈ 2 എന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 74 മീറ്റർ. സോ സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 74 മീറ്റർ ആയിരിക്കും. യൂണിറ്റ് എഴുതാൻ വിട്ടുപോകരുത്. ഒരു എം ടി റൂമിൽ നിന്നുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മുഴക്കം കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. റെവർബറേഷൻ. കർണാടകയിലെ ബിജാപൂരിലെ ഗോൾ ഗുംബസ് എന്ന വിസ്പറിംഗ് ഗാലറിയാണ് ഫിഗർ 1.21 കാണിച്ചിരിക്കുന്നത്. ഈ വിസ്പറിംഗ് ഗാലറിയുടെ അകത്ത് നിന്നുകൊണ്ട് ഒരു ചെറിയ സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സൗണ്ട് ആ ഗാലറി മുഴുവൻ റിപ്പീറ്റ് ആയിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഈ വിസ്പറിംഗ് ഗാലറിയിൽ സ്ഫെറിക്കൽ വോൾസ് ആണുള്ളത്. സ്ഫെറിക്കൽ വോൾസിൽ തട്ടി സൗണ്ടിന് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുന്നതാണ് കാരണം. ദിസ് ഈസ് ഡ്യൂ ടു ദ ബൂം കോസ്ഡ് ബൈ ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഓഫ് സൗണ്ട് വേവ്സ് ഓൺ ദ സ്ഫെറിക്കൽ വോൾസ്. എന്താണ് റെവർബറേഷൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. റെവർബറേഷൻ ഈസ് ദ ലിങ്കറിംഗ് ഓഫ് സൗണ്ട് ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. ലിങ്കറിംഗ് എന്ന് പറഞ്ഞാൽ റിമെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിലനിൽക്കുക. ഒറിജിനൽ സൗണ്ട് സ്റ്റോപ്പ് ആയാലും സൗണ്ട് അവിടെ തന്നെ നിലനിൽക്കും. അതിനാണ് റെവർബറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആൻഡ് ദ ബൂം ഫേഡ്സ് എവേ ഗ്രാജുവലി. സൗണ്ടിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ മൂലമാണ് റെവർബറേഷൻ സംഭവിക്കുന്നത്. ആ മുഴക്കം പതുക്കെ പതുക്കെ ഇല്ലാതെയാകും. സോ റെവർബറേഷൻ ഈസ് ദ ലിങ്കറിംഗ് ഓഫ് സൗണ്ട് ഈവൻ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. വൈ ആർ ദ വാൾസ് ഓഫ് ലാർജ് ഹോൾസ് ലൈക്ക് സിനിമ തിയേറ്റേഴ്സ് മെയ്ഡ് റഫ്? സിനിമ തിയേറ്റേഴ്സ് പോലെയുള്ള ലാർജ് ഹോൾസിന്റെ വോൾസ് റഫായിട്ട് നിർമ്മിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്? റഫ് സർഫസിൽ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ കുറവായിരിക്കും. സോ സൗണ്ടിന്റെ റിഫ്ലക്ഷൻ കുറവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എക്കോസും റെവർബറേഷൻസും കുറവായിരിക്കും. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ഡൺ ടു കൺട്രോൾ സൗണ്ട് റിഫ്ലക്ഷൻസ് and thereby to reduce echoes and reverberations. Thus, the quality of sound is improved. ഒരു നോർമൽ ഹിയറിംഗ് ഉള്ള ഒരു പേഴ്സണിന് എല്ലാ സൗണ്ടും കേൾക്കാനായിട്ട് സാധിക്കുമോ? Can a person with normal hearing ability hear all sounds? അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.